ഒരിക്കൽ എൻ്റെ ശവം വഹിച്ചുകൊണ്ട് ഇതിലെ ഒരു ബസ് പോയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പോളിയോ ബാധിതനായി ഞങ്ങൾ കൊട്ടാരക്കരയിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുവാനായിട്ടിടയായി. ഞങ്ങൾ 7 മക്കളായിരുന്നു. 3 പേർ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നിത്യത്തിലേക്ക് ചേർക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എൻ്റെ 2ാമത്തെ സഹോദരൻ കഴിപ്പാൻ ആഹാരമില്ലാതെ പുഴുപിടയ്ക്കുന്നത് പോലെ പിടച്ച് മരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഷ്ടതയുടെ കഠിന ശോധനയായിരുന്നു ആ കാലഘട്ടം. ആമേൻ. ശേഷം ജീവിച്ചിരുന്ന 4 മക്കളിൽ ഇളയ ആളാണ് ഞാൻ. പോളിയോ ബാധിതനായിട്ട് ആമേൻ ശ്വാസമെടുക്കുവാൻ കഴിയാതെ മരിച്ചു പോകുവാനായിട്ടിടയായി. ആമേൻ. എൻ്റെ അമ്മ പിതാവിനെ അറിയിച്ചു. അദ്ദേഹം ഏതോ സുവിശേഷ യോഗത്തിന് വേണ്ടി ഇവിടെ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറിയിച്ചു, മകൻ മരിച്ചുപോയി. പിതാവ് പറഞ്ഞു, അയച്ചു. കുഞ്ഞിനെ ഒരു സാരിയിൽ പൊതിഞ്ഞ് ജീവനുള്ള കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ എടത്തുവായിൽ നിന്നും കളിയിക്കുളയ്ക്ക് പോകുന്ന ഒരു ബസ് രാത്രി 11 മണിക്ക് കൊട്ടാരക്കര എത്തും. കണ്ടക്ടറിന് യാതൊരു സംശയം കൂടാതെ വണ്ണം ജീവനുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ബസ്സിൽ കയറ്റി പാറശാലയിൽ കൊണ്ടുപോകുക. നാളെ അടക്കാം, നാളെ അവിടെ എത്തിക്കൊള്ളാം. ആമേൻ. ബന്ധുക്കൾ മിത്രങ്ങളെല്ലാം പരിഹസിക്കാൻ തുടങ്ങി. കുലദൈവങ്ങളെയും ചർച്ചക്കാരെയും വിട്ട് യേശു 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 എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോയി ഓരോന്ന് ചത്ത് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുവാനിടയായി. ആശ്വാസ വാക്കുകൾ പറയാൻ കടംപെട്ടിരിക്കുന്നവർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ വാക്കുകൾ കഠിനമായി. എൻ്റെ മാതാവ് രാത്രി ബസ്സിൽ യാത്ര ചെയ്തു. അവിടെ എത്തി, പിതാവിൻ്റെ ദേശത്തെത്തി. പിറ്റേന്ന് ശവസംസ്കാര ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശവസംസ്കാര ശുശ്രൂഷ വേളയിൽ ഒരു 11 മണിയായപ്പോൾ മരിയാപുരത്തു നിന്നും ഒരു ദൈവദാസനും അവരുടെ ടീം, അവരുടെ സഹോദരങ്ങളും എല്ലാം കൂടെ വന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഡെഡ് ബോഡി നോക്കി, മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ശവപ്പെട്ടിക്കകത്ത് കിടത്തിയിരിക്കുകയാണ്. അവർ ചോദിച്ചു, ആശാരിപദേശി, എന്താ ഈ കുഞ്ഞിനെ കുറിച്ചല്ലയോ ജനിക്കാൻ നേരത്ത് രുക്മിണി അമ്മച്ചി ഒരു പ്രവചനം പറഞ്ഞത്? അതായത് എൻ്റെ അമ്മ എന്നെ ഗർഭവതിയായിരിക്കുമ്പോൾ പ്രസവമെടുക്കുന്ന സൂതി കർമ്മിണികൾ വയറ് പരിശോധിച്ചിട്ട് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞിൻ്റെ സ്ഥാനം തെറ്റാണ്, കറങ്ങി വന്നിട്ടില്ല, പ്രസവ സമയത്ത് എന്തെങ്കിലും ദോഷം സംഭവിക്കാനായിട്ടിടയുണ്ട്, ഒരു കരുതലുണ്ടായിരിക്കണം, ഏതെങ്കിലും പ്രാഥമിക കേന്ദ്രത്തിൽ കൊണ്ടുപോകണമെന്നൊക്കെ അവർ പറയുവാനായിട്ടിടയായി. പക്ഷേ കർത്താവിൽ ആഴത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് കൊണ്ട് വൈദ്യരിൽ ആശ്രയിക്കാതെ ഭവനത്തിൽ തന്നെ പ്രസവം എടുക്കുവാൻ തയ്യാറായി. അങ്ങനെ മുറിക്കകത്ത് പ്രസവത്തിൻ്റെ സമയമായി. എൻ്റെ പിതാവ് വീടിൻ്റെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ്. പെട്ടെന്ന് ഒരമ്മച്ചി രുക്മിണി അവർ ഓടിക്കയറി വന്നു. പ്രസംഗിയാരേ, എന്താ? എനിക്ക് നിന്നോട് യഹോവയുടെ ഒരു അരുളപ്പാട് അറിയിക്കുവാനായിട്ടുണ്ട്. എന്താണ്? ആമേൻ. അകത്തെ മുറി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിക്കയില്ല, നിശ്ചയം. ഇതൊരു ആൺകുഞ്ഞായിരിക്കും. ഇവൻ എൻ്റെ നാമത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവനും പ്രവചിച്ച് നടക്കേണ്ട ഒരു പ്രവാചകനാണ് എന്ന് പറയുവാനായിട്ടിടയായി. ആമേൻ. അവർ ഉടനെ തിരിച്ചിറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു. കൃപയാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടുമില്ല, സന്തോഷമായി. അങ്ങനെ എനിക്ക് 9 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കുടിയേറി പാർക്കുന്നത്. 7ാം വയസ്സിലാണ് എനിക്ക് പോളിയോ ബാധിച്ചത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, ഈ കുഞ്ഞ് ഇവനൊരു പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, അമ്മച്ചിയുടെ പ്രവചനം തെറ്റിയ ചരിത്രമില്ല പാസ്റ്റർ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു മുറി തരാമോ? അത്ര അവിടെ ചോദിച്ചുള്ളൂ. ബന്ധുക്കൾ ഇരിക്കുന്ന ഒരു മുറി ഒഴിച്ചു കൊടുത്തു. ആ മുറിയിലേക്ക് ദേവദാസനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവമക്കളും കൂടെ അങ്ങോട്ട് കയറി അവർ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, അന്യഭാഷകൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഓ ഹല്ലേലൂയ. പൂർവ്വകാലത്തിൽ ഭക്തന്മാരെ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ ദൈവപുരുഷന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം നേരെ കഴിഞ്ഞു. അവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ട് പെൺപിള്ളയിൽ. അദ്ദേഹം ഒരു CSAക്കാരനാണ്. അദ്ദേഹം ഈ ഡെഡ് ബോഡി ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ലഞ്ച് ബ്രേക്കിന് വന്ന് കാണുകയാണ്. അവരുടെ കൂടെയുള്ള സഹോദരരെല്ലാം വന്ന് കാണുമ്പോൾ കണ്ടിട്ട് വിറ്റത്തേക്ക് ഇറങ്ങി അവരെന്തൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് കയറി എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ശവം ഒന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയിക്കോട്ടെ. ഹല്ലേലൂയ. പിതാവ് ചോദിച്ചു, എന്താ സാറേ കാര്യം? അല്ല, ഈ കുഞ്ഞ് എപ്പോഴാണ് മരിച്ചത്? അത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. ഈ കുഞ്ഞിൻ്റെ കൺപോളകളിൽ ഞങ്ങൾ ജീവൻ്റെ തുടുപ്പ് കാണുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അവർ വന്ന് നോക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കൺപോള ഒന്ന് വെട്ടിയതായിട്ട് അവർക്ക് മനസ്സിലായി. രണ്ടാമതും വന്ന് നോക്കുമ്പോൾ അവർ അത് അങ്ങനെ തന്നെ കണ്ടു. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ശവത്തിന് ചുറ്റും നിന്നിട്ട് അവരത് കണ്ടില്ല. ഹല്ലേലൂയ. മനസ്സില്ല, മനസ്സോടെയെങ്കിലും ഡെഡ് ബോഡി കൊണ്ടുപോയി. 3 മണിയായപ്പോൾ ശവം ജീവനോടെ മടങ്ങി വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. 100 കണക്കിന് ജാതികരായ ആൾക്കാരെ സാക്ഷി നിർത്തി എൻ്റെ പിതാവ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അനേകർ ദൈവത്തെ അറിയുവാൻ ഇടയായി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ കുഴിച്ചിടുവാനായിട്ട് വെട്ടിയ
ആ കുഴിക്കകത്ത് ശവപ്പെട്ടി അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് മൂടി ഒരു വാഴ നട്ട് 6 or 7 മാസത്തിൽ അതിൻ്റെ കൊല എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചു എന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ എന്നോട് പിന്നത്തതിൽ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവനെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന നീതിമാനായ ദൈവം 18 രാജ്യങ്ങളിലായി 100-ലധികം വിമാനങ്ങൾ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ആത്മാക്കളോട് ആത്മാവിൽ പ്രവചിപ്പാനായിട്ട് അവൻ പൂർവ്വകാലത്തിൽ വെളിപ്പെടുത്തിയ വാഗ്ദത്തം പൂർത്തീകരിച്ചെങ്കിൽ നിന്നെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ അവൻ എഴുതി വച്ചിരിക്കുന്ന സ്വർഗീയ നിർണയങ്ങൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റം വരാത്തതാണെങ്കിലോ ഏകന്റെ നാമത്താൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവിക ആലോചനകൾ കൊത്തവണ്ണം നിങ്ങളുടെ നടപ്പുകളെ ആത്മാവിൽ ക്രമപ്പെടുത്തുവാൻ ആത്മാവിക ജനത്തോട് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. നിർമ്മലവും സഹവർത്തിത്വവും ഈ തലമുറയ്ക്ക് സാക്ഷ്യമായി വെളിപ്പെടുത്തുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വച്ചിരിക്കുന്ന നീതിമാനായ ഒരു ദൈവം ഈ വാതിൽ തുറക്കുമ്പോൾ ഇതൊരു അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും വിമാനത്തിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കണ്ട, എന്നുമെന്നും ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കാമെന്നും വ്യാമോഹിക്കണ്ട. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ജനത്തിന് വിശ്വസിക്കുവാൻ കഴിയാത്ത അളവിൽ ആത്മാവ് ആ വാഗ്ദത്തം അന്ന് കൊടുത്തുവെങ്കിൽ അത് എക്കാലവും അങ്ങനെ പറന്ന് നടക്കുവാനല്ല. ഇതിന്റെ പിൻപിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ പുഷ്ടി എന്നിലും നിന്നിലും ഈ തലമുറകൾക്ക് സാക്ഷ്യമായി വെളിപ്പെട്ടു വരുവാൻ അല്ലയോ എന്ന് ആത്മാവ് ചോദിക്കുകയാണ്. അതിനായിട്ട് നിങ്ങളെ തന്നെ സജ്ജമാക്കുവീൻ.